എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഓണാട്ടുകര എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലാണ്. ഓച്ചിറ അമ്പലം ഈ 28ാം ഓണം എന്ന് പറയുമ്പോൾ ഓച്ചിറ ക്ഷേത്ര സന്നിധിയെ സംബന്ധിച്ചിടത്തോളം ഓണാട്ടുകരയ്ക്ക് ഇത് വലിയ ഉത്സവം തന്നെയാണ്. ഓണത്തേക്കാൾ വലിയൊരു മഹോത്സവം തന്നെയാണ് ഓണാട്ടുകരയ്ക്ക് ഈ 28ാം ഓണം. അപ്പോൾ 28ാം ഓണത്തിന്റെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് കരകൾ, അതായത് 52 കരകളിൽ നിന്ന് എത്തുന്ന കൂറ്റൻ കാളകൾ ഈ വരും ദിവസത്തിനകം നമ്മുടെ ഈ ഓച്ചിറ പടനിലം നിറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഓണാട്ടുകരയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ ഈ ഓച്ചിറ പടനിലത്ത് ഇങ്ങനെ കാളകളെ നിരത്തുന്നത്, ഇതിന്റെയൊക്കെ ഐതിഹ്യം എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്കറിയാം, ഒത്തിരി ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്കൊന്നും ഇതിന്റെ ഐതിഹ്യമൊന്നും അറിയത്തില്ല, അല്ലേ അച്ഛാ? അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. ഓക്കെ, അറിയത്തില്ല. അച്ഛനറിയോ? അറിയില്ല. അറിയോ? ആർക്കും അറിയത്തില്ല. അപ്പൊ ഏതായാലും നമുക്ക് എല്ലാവരോടും ഒന്ന് ചോദിക്കാം, ആർക്കൊക്കെയാ ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഐതിഹ്യം അറിയുന്നത്, അല്ലെങ്കിൽ ഓച്ചിറ പടനിലത്ത് എന്തുകൊണ്ടാണ് 28ാം ഓണം നമ്മുടെ തിരുവോണം ആ നാളുകളെക്കാൾ ഏറ്റവും മഹത്തരമാകുന്നത് നമുക്ക് എല്ലാവരോടും ചോദിക്കാം. ഈ കാളകെട്ട് എന്ന് പറയുന്നത് നമ്മുടെ പരബ്രഹ്മത്തിന്റെ വാഹനമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന്റെ ആചാര മര്യാദകൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാർഷിക സമൃദ്ധിയായിട്ട് ബന്ധമില്ലേ? കാർഷിക സംബന്ധമായിട്ട് പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പൊ കാർഷിക സംബന്ധമായിട്ട് യാതൊരു കാര്യം നടക്കുന്നില്ല. പിന്നെ ഇതിന്റെ എങ്ങനെ ബന്ധം വരും? ഞാൻ കർഷകനാണെങ്കിലല്ലേ കാർഷിക സംബന്ധമായിട്ട് കാര്യങ്ങൾ വരൂ. അത് പണ്ടത്തെ ആചാരങ്ങളൊന്നും. ഞാനൊരു കർഷകന്റെ കുടുംബത്തിൽ ജനിച്ചവനാ. പക്ഷെ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അന്ന് ഞങ്ങൾ ഓണത്തിന് മുമ്പ് എല്ലാ കൃഷികളും ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം അതിന്റെ വളർച്ച മാത്രമേ നോക്കിയിരിക്കുള്ളൂ. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ കഴിഞ്ഞ തവണ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, കാലഭൈരവൻ നിലംപതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതിനെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും തയ്യാറാവുകയാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ വന്നാൽ ഇനിയും അത് പതിക്കാം. ഇപ്പോഴെന്നല്ല നമ്മൾ പറയുന്നത്, ഇതിന് മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് ഇത് സംഭവിച്ചത്. എവിടെ വെച്ചാൽ ഇങ്ങോട്ടൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലം കടക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ പതിച്ച് അവർക്ക് സമ്മാനം കൊടുത്തതാണ്, ഏറ്റവും വലിയ കാള. അങ്ങനെയൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ വർഷവും റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതുകൊണ്ടല്ലോ ഓണത്തിന് ശേഷം 28 ദിവസം കഴിഞ്ഞ് ആചരിക്കുന്ന ഓണാട്ടുകരക്കാർ ആഘോഷിക്കുന്ന ആഘോഷമാണ് 28ാം ഓണം. പണ്ട് കർഷകരെല്ലാം ചേർന്ന് കരുത്ത് തെളിയിക്കാനും അവരുടെ കാർഷിക വിപണിയിലുള്ള സാധനങ്ങൾ വിൽക്കാനും പിന്നെ കാളകൾ തമ്മിലുള്ള മത്സരവും ഒക്കെ നടത്തിയിരുന്ന ഒരു പഴക്കമേറിയ ആചാരമായിരുന്നു 28ാം ഓണം. ആ 28ാം ഓണം ഇപ്പോൾ നടത്തുന്നത് നമ്മുടെ മഹാദേവന്റെ വാഹനം എന്ന് പറയപ്പെടുന്ന നന്ദികേശനെ ഈ കരക്കാർ, പണ്ടത്തെ ആ കാർഷിക വിപണിയൊക്കെ ഇപ്പോൾ ഇല്ലാതായല്ലോ. ഇപ്പോൾ കമ്പോളങ്ങൾ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അങ്ങനെയുള്ള കാർഷിക വിപണി ഇല്ലാതായപ്പോഴത്തേക്ക് എല്ലാ കരക്കാരും മത്സരിച്ച് ഈ നന്ദികേശന്മാരെ ഒരുക്കി ഈ തടിയുടെ ചട്ടത്തിൽ കെട്ടി അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കുന്ന വഴിപാടായിട്ടായി അത് ചുരുങ്ങി. പക്ഷെ അതിനകത്ത് നമ്മൾ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ കാളകളെ കെട്ടിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിക്കാൻ പറ്റാതെയും കഴിഞ്ഞ വർഷം ഒരു കാള ഒടിഞ്ഞു വീഴുകയും ചെയ്തു. അതൊക്കെ നിർത്തി ഒരു ചെറിയ കാളകളെ നമ്മുടെ റോഡിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കാളകളെ കൊണ്ടുവന്ന് അതൊരു ചെറിയ ആഘോഷമാക്കി ഇത്രയും വലിയ കാള കെട്ടുന്ന തുകകൾ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഹിന്ദു സമാജത്തിലുള്ള ആൾക്കാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയാണ്. ചികിത്സിക്കാൻ പൈസയില്ല, പഠിക്കാൻ പൈസയില്ല, വീടില്ല. അങ്ങനെയൊക്കെ സമാജത്തിൻ്റെ അവസ്ഥ ഒരുപാട് താഴ്ന്ന നിലയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ഈ ആളുകളുടെ തന്നെ പൈസ പിരിച്ച് ഇങ്ങനെ കെട്ടുന്നതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. കാള കെട്ടണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ആ തലത്തിൽ മനസ്സിലാക്കണം. ലളിതമായ ചടങ്ങുകളിലൂടെ ആ പഴക്കമേറിയ ആചാരം നമ്മൾ നിലനിർത്തി തന്നെ പോകണം. പുതിയ തലമുറ ഇതൊക്കെ പഠിപ്പിക്കണം. ഇപ്പം ന്യൂ ജനറേഷൻ എന്ന് പറയും, ഇത് 5Gയുടെ യുഗമാണ്. അന്നേരം ഈ 5th ജനറേഷൻ ഇതൊക്കെ ആഘോഷിക്കുകയൊക്കെ വേണം. ഇതൊക്കെ അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ട്രാവലോ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ആചാരങ്ങളെയൊക്കെ നമ്മളിപ്പം ഭഗവാന്റെ വാഹനമെന്ന്, മഹാദേവന്റെ വാഹനമെന്ന് പറഞ്ഞു അതിനെ നമ്മൾ സിംബോളിക്കലായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഭഗവാനെ സഞ്ചരിക്കാൻ കാളയുടെ ആവശ്യമില്ല. പക്ഷേ ഭഗവാന്റെ മുന്നിൽ ആ നന്ദികേശൻ കിടക്കുന്നത് അതൊരു ധർമ്മത്തിന്റെ പ്രതീകമായിട്ടാണ്. ഒരു 4 മൃഗമാണ്. അതാരെ ഉപദ്രവിക്കത്തില്ല, അതിനെ കൊണ്ട് ആർക്കും ദോഷമില്ല. അങ്ങനെയുള്ള സിംബോളിക്കലായിട്ട് വേണം നമ്മുടെ പുരാണങ്ങളെല്ലാം നമ്മൾ കാണാനായിട്ട്. എന്ന് വെച്ചാൽ പഴയ മനുഷ്യരോട് ഇങ്ങനെ നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ അനുസരിക്കത്തില്ലായിരുന്നു. എൻ്റെ ഭക്തിയുടെ തലത്തിൽ അങ്ങനെ ഒരേ കഥകൾ പറഞ്ഞായിരുന്നു അവരെ അനുസരിപ്പിച്ചിരുന്നത്. 28ാം ഓണത്തിൻ്റെ സത്യാവസ്ഥ ഇതാണ്. പണ്ടത്തെ ഒരു കാർഷിക മേളയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അന്ന് എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്ന കർഷക വിളകൾ ഇവിടെ കൊണ്ടുവന്ന് വലിയ ചന്തയായിട്ട് ഇവിടെ വിൽക്കുകയും
ഈ കാളകളായിരുന്നല്ലോ അന്ന് ഈ കണ്ടത്തിൽ കൂട്ടുന്നതും വിള വിതയ്ക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അവരുടെ ശക്തി പ്രകടനവും കളരിപ്പയറ്റും അങ്ങനെ കാളകൾ തമ്മിലുള്ള മത്സരമൊക്കെ നടന്ന ആ പഴക്കമേറിയ ചടങ്ങ് ഇന്ന് നന്ദിയച്ഛനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു ചടങ്ങായി മാറി. ഇതാണ് 28 ഓണത്തിന്റെ ഐതിഹ്യം. ഏതായാലും ഓണാട്ടുകരക്കാർക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു ഉത്സവം തന്നെയാണ്. 28 ഓണത്തോടു കൂടി നമ്മുടെ കേരളത്തിന്റെ ഓണാഘോഷ പരിപാടികൾ അവസാനിക്കുമ്പോൾ ഓച്ചിറ പടനിലത്ത് ഇത് വലിയ കാലഭൈരവന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കാലം എത്ര കടന്നു പോയാലും കാലഭൈരവനെ കാണാൻ, അല്ലെങ്കിൽ കാലഭൈരവന് കഴിഞ്ഞ വർഷം സംഭവിച്ച അപകടമൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് കാലഭൈരവനെ എഴുന്നള്ളിക്കാനായി ഇതിന്റെ സംഘാടകർ തയ്യാറായിരിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻ വിസ്മയൻ.